സോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഞാനോട് റോഷൻ. എന്താ പറയുക, കുറച്ച് നാളുകളായിട്ട് എൻ്റെ ഫീഡ് മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ഒരു പടമാണ്. വാട്സപ്പ് തുറന്നാൽ, ഫേസ്ബുക്ക് തുറന്നാൽ, ഇൻസ്റ്റാഗ്രാം തുറന്നാൽ, ഇതിൻ്റെ പുറത്തോട്ടിറങ്ങി ചായ കുടിക്കാൻ വേണ്ടി കൂട്ടുകാരുടെ കൂടെ പോയി കഴിഞ്ഞാൽ ഇവന്മാരുടെ ഒപ്പമുള്ള ടോക്കിൽ പോലും ഒരു 3 മിനിറ്റത്തെ സംഭാഷണത്തിൽ പോലും കടന്നു വരുന്നത് ഈ ഒരു ഒറ്റ പടമാണ് ഒബ്സഷൻ. ഈ അടുത്ത കാലത്തൊന്നും ഒരു പടം OTT വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയധികം വെയിറ്റ് ചെയ്തിട്ടില്ല. ഈ മാസം 2-ാം തീയതി എങ്ങാണ്ടോ പുറത്തിറങ്ങാൻ, OTT വരാനിരുന്ന പടം ഇതിൻ്റെ റഷ് കണ്ടിട്ട് ഇനിയും OTT ഇറക്കി വിട്ടിട്ടില്ല, സ്റ്റിൽ റണ്ണിങ് ആണ്. ഫൈനലി ഞങ്ങളുടെ നാട്ടിലെ തിയേറ്ററിലും പടം എത്തിയെന്ന് അറിഞ്ഞതിൻ്റെ അടുത്ത സെക്കൻഡിൽ തന്നെ കിട്ടാൻ പറ്റാവുന്ന കൂട്ടുകാരെ എല്ലാം കൂട്ടിയിട്ട് പടത്തിനും കയറി. അടുത്തുള്ള തിയേറ്ററുകളിലൊന്നും അടുത്തെങ്കിലും പടം വരുന്നില്ല എന്നുള്ളൊരു കാരണം കൊണ്ടും ട്രാവൽ ചെയ്ത് പടം കാണാനുള്ള ഒരു സാമ്പത്തികാവസ്ഥ ഇല്ല എന്നുള്ളത് കൊണ്ടും തന്നെ ഈ പടം OTT തന്നെ കാണാൻ പറ്റുമെന്നുള്ളൊരു വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് പടം നമ്മുടെ നാട്ടിലേക്ക് എത്തിയത്. പടം കണ്ടു, അതിനെക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച്, ലെറ്റ്സ് ടോക്ക് അബൌട്ട്. മൈൽഡ് ആയിട്ടുള്ള കുറച്ച് സ്പോയിലേഴ്സ് ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ പറഞ്ഞു പോകാം. അത് വേറെ ഒന്നും കൊണ്ടല്ല, പടം കണ്ടതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. സോ ഒട്ടും സ്പോയിലർ വേണ്ട എന്നുള്ളൊരു രീതിക്കുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ പടം കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇനി പടത്തെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം അറിയാൻ വേണ്ടി വല്ലൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പോയി പടം കാണണ്ടേ, കൂടുതലൊന്നും പറയല്ല. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇജാതി 18+ പടങ്ങൾക്കൊക്കെ കൊച്ചു കുട്ടികളെ കൊണ്ടുവരുന്നവരെ ഞാൻ നമസ്കരിക്കുവാണ്. ഇന്നലെ ഒരു കപ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ ഒരു കുട്ടീനെയും കൊണ്ട്. എങ്ങനെ ആ ഒരു കൊച്ചിനെ അവർക്ക് കയറ്റി വിടാൻ തോന്നി, അല്ലെങ്കിൽ ആ ഒരു പാരൻസിന് എങ്ങനെ ഈ ഒരു പടത്തിന് അവരെ ആ ഒരു കൊച്ചിനെ എടുത്തുകൊണ്ട് വരാൻ തോന്നിയത് എനിക്ക് ഇപ്പോഴും ഡൈജസ്റ്റ് ആവുന്നില്ല. ഈ ഒരു പടത്തിന്റെ ചില മെയിൻ എലമെന്റ്സ് ഉണ്ട്. അതായത് ഒരു ഹൊറർ പടമാണ് എന്നാൽ കൂടി ഇതിൽ മൊത്തത്തിലൊരു നോയ്സി പരിപാടിയല്ല, ഭയങ്കര ഒരു സൈലന്റ് വെച്ചിട്ട് ഇതിൽ ചെയ്യുന്ന ചില പരിപാടികളുണ്ട്. ആ ഒരു സൈലൻസ് നമുക്കും ഫീൽ ചെയ്യണമെങ്കിൽ ഓഡിയൻസും അത്ര കണ്ട് സൈലന്റ് ആയിട്ട് തന്നെ ഇരിക്കണം. അങ്ങനെ ഒരു അവസരത്തിൽ ഈ പടത്തിലെ ഓരോ ഹൊറർ സീക്വൻസ് മൊമെന്റുകൾക്കും ഈ കൊച്ചു കിടന്ന് കരയുവാണ്. ആൻഡ് അതിനുശേഷം തിയേറ്റർ മൊത്തം സൈലന്റ് ആവുന്ന ആ ഒരു മൊമെന്റിൽ ഈ കൊച്ചിന്റെ കരച്ചിൽ മുഴങ്ങി കേൾക്കുവാണ് തിയേറ്റർ മൊത്തം. ഞാൻ നോക്കുമ്പോൾ ചുറ്റും വരുന്ന എല്ലാവരും ഇങ്ങനെ തലയിൽ കൈവച്ചിരിക്കുകയാണ്. ഒരു കൊച്ചു കുട്ടിയായതുകൊണ്ട് ആർക്കും നേരിട്ട് പോയി അങ്ങ് ദേഷ്യപ്പെടാനും പറ്റാത്തൊരവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ലിറ്ററലി ഫെഡപ്പ് ആയ ഒരു അവസ്ഥയിലായിരുന്നു. റിവ്യൂ എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു കാര്യം പറഞ്ഞ് ഇത്രയും സമയം കളഞ്ഞ് വേറൊന്നും കൊണ്ടല്ല, അത്രമാത്രം ഈ ഒരു പരിപാടി എനിക്ക് ഇന്നലെ എഫക്ട് ചെയ്തു. സോ നിങ്ങൾ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു പരിപാടി നിങ്ങൾ കാണിക്കാതിരിക്കാൻ നോക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്ക് ടു ദ ടോപ്പിക്. എമ്മാരി പടമാണ് എടുത്തു വെച്ചേക്കുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ ഒരു പടത്തിന്റെ ബേസ്, അതായത് പ്ലോട്ട് തന്നെ സ്ട്രോങ് ആണ്. അതായത് ഒരു വിഷ്, ആ ഒരു വിഷ് പറഞ്ഞതിലെ ചെറിയൊരു പാളിച്ച മൂലം ഒരു പ്രശ്നം ഉണ്ടാകുന്നതും അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന ഒരു നായകൻ എന്നുള്ളൊരു രീതിക്കുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ കിടിലമാണ്. ഈ ഒരു കോൺസെപ്റ്റിലേക്ക് കിടിലമായിട്ടുള്ള അതേസമയം തന്നെ ഹൊറിഫിക് ആയിട്ടുള്ള കുറേ എവൻറ്റ്സ് ഇങ്ങനെ പാർട്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് പടത്തിൽ. അതിൻ്റെ ഒപ്പം പീക്ക് പെർഫോമൻസസ് ആൻഡ് അതിനോടൊപ്പം തന്നെ കട്ടയ്ക്ക് പിടിച്ചുകൊണ്ട് പെട്ട സൗണ്ട് എഫക്ട്സും. 7 കോടിക്ക് എടുത്ത പടം 1000 കോടിയും കടന്നു പോകുന്നതിന്റെ പിന്നിലെ മാജിക് മനസ്സിലായില്ലേ? ഇത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു പടത്തെപ്പറ്റി ഞാനിങ്ങനെ ഒരുപാട് പൊക്കി പറഞ്ഞിട്ട് നിങ്ങളെ കാര്യം ധരിപ്പിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നിങ്ങൾ ഈ പടത്തെപ്പറ്റി അത്യാവശ്യം സിനിമ ഫോളോയിങ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവും. ബട്ട് ഈ ഒരു പടത്തിന്റെ മറ്റൊരു ആംഗിളിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് ഒബ്സഷൻ? അല്ലെങ്കിൽ ഈ ഒരു ഒബ്സഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം കണ്ടു കഴിഞ്ഞ് നിങ്ങളൊന്ന് ആലോചിക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ മൈൻഡിലോട്ട് വരുന്നത്? ഓഫ് കോഴ്സ് ഇതിലെ ഇന്ത്യൻ നവരാറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആക്ട്രസിന്റെ പെർഫോമൻസസും ആ ഒരു ആക്ട്രസ് പെട്ടുപോയിട്ടുള്ള ആ ഒരു അവസ്ഥയെക്കുറിച്ചും ആയിരിക്കും നിങ്ങളുടെ മൈൻഡിലോട്ട് ആദ്യം കടന്നു വരുന്നത്. ബട്ട് ഇതിൽ നിങ്ങൾ വേറൊരു പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പടം ഇപ്പോൾ കണ്ടതിനേക്കാൾ ടെററായിട്ട് നിങ്ങൾ കാണാൻ പറ്റും. ഒരുപാട് പേർക്ക് ആ ഒരു പരിപാടി പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കത്തിയിട്ടുണ്ടാവും. നിക്കി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ നമ്മുടെ ഹീറോ ആയിട്ടുള്ള, ഹീറോ എന്ന് വിളിക്കാൻ പറ്റുമോ എന്നറിയത്തില്ല, ഈ ഒരു ബെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിൻ്റെ അടുത്ത് ഒബ്സസ്ഡ് ആയി പോകുന്ന രീതിയിലാണ് മേൽനോട്ടത്തിൽ നിങ്ങൾ ഈ ഒരു കഥയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ബട്ട് അതിനപ്പുറത്തൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവളെക്കാൾ വലിയ സൈക്കോ യവനാണ്. അതായത് ഇത്രയും ഒബ്സസ്ഡ് ആയിട്ടുള്ള, തൻ്റെ മേൽ ഇത്രയും ഒബ്സസ്ഡ് ആയിട്ട് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു പെണ്ണാണ് ഇവളെന്ന് അറിഞ്ഞിട്ടും ഇവളെ വിട്ടുപോകാനായിട്ട് അല്ലെങ്കിൽ ഇവൾക്ക് വേണ്ട ഹെൽപ്പ് കൊടുക്കാനായിട്ട് ഇവൻ തയ്യാറാവുന്നില്ല. ഇവൻ ഇതിൽ ഓക്കെയാണ്. ഒരു ഘട്ടത്തിൽ ഞാനും ഈ ഒരു പടം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചിന്തിച്ച് കാണും, ഇത് ഇത്രയധികം കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു വിഷ് പറഞ്ഞതിൽ ചെറിയൊരു തെറ്റ് വന്നുപോയി, അത് മാറ്റാനായിട്ട് എന്തോരം വഴികളുണ്ടെന്നുള്ള രീതിക്ക് നിങ്ങളും ചിന്തിച്ച് കാണണം. പക്ഷെ എന്തുകൊണ്ട് ആ ഒരു വഴികളിലൂടെയൊക്കെ ഈ ഒരു ഹീറോ പോകുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു പടത്തിൽ ഇതിൽ സുഖമായിട്ട് രക്ഷപ്പെടാൻ കഴിയുമായിരുന്ന ഈ ഒരു അവസ്ഥയെ മറികടക്കാനായിട്ട് ഹീറോ ആഗ്രഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സീക്വൻസ് ഉണ്ട് മോനെ. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞ് ഇനി കാണാത്തവരുടെ ആ ഒരു എക്സ്പീരിയൻസ് റൂയിൻ ചെയ്യുന്നില്ല. എനിക്ക് ഈ അടുത്ത കാലത്ത് കിട്ടിയതിൽ വെച്ചൊരു പീക്ക് മൊമെന്റ് ആയിരുന്നു അത്. അതിന് ഹൊറർ എന്ന് വിളിക്കാൻ പറ്റുമോ എന്നറിയില്ല, ഒരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു ആ ഒരു സീക്വൻസിൽ. ഈ ഒരു ഹീറോ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ എടുക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് കേൾക്കുമ്പോൾ അവിടെ ഗൊമ്മാല ഇവനവിടെ യഥാർത്ഥ സൈക്കോ എന്നുള്ള രീതിക്ക് നമ്മുടെ മൈൻഡിലൊന്ന് രജിസ്റ്റർ ആവും. ദ റൈറ്റിംഗ് വാസ് സോ പീക്ഡ്. റൈറ്റിംഗ് എന്ന് മാത്രമല്ല, ഇതിൽ ഏതൊരു ഡിപ്പാർട്ട്മെന്റിനെയും നമുക്ക് മാറ്റി തനിച്ച് ഒന്നും അഭിനന്ദിക്കാനായിട്ട് പറ്റത്തില്ല. എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ്. ആൻഡ് ടിപ്പിക്കൽ ഹൊറർ സീക്വൻസുകളിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ഒരുപാട് സീക്വൻസുകൾ ഉണ്ടായിരുന്നു. അതായത് സാധാരണ ഒരു ഹൊറർ പടമാണെങ്കിൽ ആ ഒരു ഹൊറർ സീക്വൻസ് നമ്മുടെ കണ്ണിൽ അങ്ങ് കാണിച്ചു തരും. അതും ഒരു വെറൈറ്റി ഹൊറർ അപ്രോച്ച് തന്നെയാണ്, അതല്ലെന്ന് പറയുന്നില്ല. ബട്ട് ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ടേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സീക്വൻസുകൾ ആ ഒരു ഹൊറിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ കാണിക്കത്തില്ല. ഈ ഒരു നിക്കി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിന്റെ കാട്ടിക്കൂട്ടലുകൾ നമുക്ക് കൺവേ ആവുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ ഒരു ബെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിന്റെ എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യുന്ന പരിപാടി നോക്കിയാണ്. ബട്ട് അത് ദാറ്റ്സ് മോർ ദാൻ എനഫ് എന്ന് പറയേണ്ടി വരും. നമ്മൾ എത്ര കണ്ട് ഈ ഒരു നിക്കിയുടെ ഇന്ത്യൻ നവരാറ്റിയുടെ ഒരു ക്യാരക്ടറിനെ പ്രശംസിക്കുന്നുണ്ടോ
അത്ര കണ്ട് ആ ഒരു പ്രശംസ അർഹിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഒരു ബെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ. ഇവളെ വിട്ട് കളയാനും പറ്റത്തില്ല, എന്നാൽ ഇവൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ കണ്ടിട്ട് ഇവന് വല്ലാത്തൊരു അവസ്ഥയിലുമാണെന്നുള്ള രീതിക്കുള്ള ആ ഒരു എമോഷൻ കൺവേ ചെയ്യാൻ മച്ചാൻ കിടിലമായിരുന്നു. കൃത്യമായി പറഞ്ഞ ഓരോ രാത്രിയും ഇവൻ ഇവളുടെ ഒപ്പം കിടന്ന് ഉറങ്ങുന്നത് നമ്മൾ കാണുമ്പോൾ ഇവൻ്റെ ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അത് തന്നെയാണ് നമ്മുടെ മുഖത്തും വന്നുകൊണ്ടിരിക്കുന്നത്. എടേ എങ്ങനെയാണ് ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നത് മനസ്സാവാത്തോടെ? ആ ഒരു രീതിക്ക് നമ്മൾ ആ ഒരു ക്ലോസ്ട്രോഫോബിക് എഫക്റ്റ് അത് നമുക്കും കൂടെ വരുത്താനായിട്ട് ഇങ്ങേർക്ക് സാധിച്ചിട്ടുണ്ട്. പടത്തിൻ്റെ തുടക്കത്തിൽ പടം പിക്കപ്പ് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്, ബട്ട് ഞാൻ അതുപോലെ എൻജോയ് ചെയ്യായിരുന്നു. കാരണം ഈ ഒരു പടം എന്തിലോട്ടാണ് കടക്കാൻ പോകുന്നത് എന്നുള്ളത് ഓൾറെഡി നമുക്കറിയാമല്ലോ. സോ അതിലേക്കുള്ള ഒരു ബിൽഡപ്പ് ഞാൻ പേഴ്സണലി സത്യം പറഞ്ഞാൽ ആസ്വദിക്കുമായിരുന്നു. അതങ്ങനെ ബിൽഡ് ചെയ്ത് വൺസ് ഇതിൻ്റെ ആ ഒരു മെയിൻ ടോപ്പിക്ക് വന്നതിന് ശേഷം പിന്നെ ഓരോ എവൻസുമായിട്ട് പടം ഇങ്ങനെ മുകളിലോട്ട് കയറിക്കൊണ്ടേ ഇരിക്കുവാണ്. അടുത്തടുത്ത എവൻസ് വരുന്തോറും ഈ ഒരു പ്രശ്നം ഇങ്ങനെ ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ തന്നെ ചെറിയ ചെറിയ ട്വിസ്റ്റുകളൊക്കെ വെച്ച് പടം പിന്നെ പുറകോട്ടില്ല. അവിടെ നിന്ന് അങ്ങനെ പടത്തിൻ്റെ പ്രധാന പോസിറ്റിവിറ്റി ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം ഇതിൻ്റെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റിയാണ്. അൺപ്രഡിക്റ്റബിലിറ്റി എന്ന് ഞാൻ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റോ പരിപാടികളോ ഒന്നുമല്ല. നമുക്കറിയാം ഈ ഒരു പടം തുടങ്ങിക്കഴിയുമ്പോൾ ഇത് എവിടേക്കാണ് ഇത് കൊണ്ടുപോകാൻ പോകുന്നത് എന്നുള്ള കാര്യം ഓൾമോസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി അല്ല ഞാൻ പറയുന്നത്. ഇതിലെ ആ ഒരു നിക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിൻ്റെ ക്യാരക്ടറൈസേഷനിലുള്ള ഒരു അൺപ്രഡിക്റ്റബിലിറ്റി, അതായത് ആ ഒരു പുള്ളിക്കാരിയാണല്ലോ പടത്തിൽ മൊത്തം ആ ഒരു ഹൊറർ ടച്ച് കൊണ്ടുവരുന്നത്. സോ ഈ ഒരു പുള്ളിക്കാരി എപ്പോൾ എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഈ ഒരു ക്യാരക്ടർ എപ്പോൾ കരയും, എപ്പോൾ ചിരിക്കും, എപ്പോൾ ദേഷ്യപ്പെടുമെന്ന് പറഞ്ഞിട്ട് ഒന്നും നമുക്കറിയില്ല. നമുക്കറിയുന്നത് പോട്ടെ, ഈ ഒരു ക്യാരക്ടർ തന്നെ കൃത്യമായിട്ട് അത് അറിയത്തില്ല. അതായത് ഹൊറർ പടങ്ങളിൽ ഒരു സീൻ ബിൽഡപ്പ് ചെയ്ത് വരുന്നത് കാണുമ്പോഴേ നമുക്കറിയാം, ഒരുത്തൻ തിരിഞ്ഞു നോക്കുന്നത് കാണുമ്പോഴേ അറിയാം അവിടെ ഇപ്പോൾ ഒരു പ്രേതം പ്രത്യക്ഷപ്പെടും എന്നുള്ളൊരു കാര്യം. ബട്ട് ഈ ഒരു പടത്തിലോട്ട് വരുമ്പോൾ നമുക്കത് ഉറപ്പിക്കാൻ പറ്റത്തില്ല. അതായത് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബിൽഡ് ചെയ്ത് വരുന്ന ഒരു സീക്വൻസ് ഒക്കെ ആയിരിക്കും. ബട്ട് അതിൻ്റെ അവസാനം ചിലപ്പോൾ ഓക്കെ ബേബി ഞാൻ കിടക്കാൻ പോവാ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അങ്ങ് കയറി കിടന്നുറങ്ങിക്കളയും. അങ്ങനെ ഈ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ട് ഹൊറർ ബിൽഡ് ചെയ്ത് അത് നമ്മളെ പേടിപ്പിക്കാനാണോ അതോ ജസ്റ്റ് ഇങ്ങനെ കടന്നു പോകുന്ന ഒരു സീക്വൻസ് ആണോ എന്നുള്ളൊരു കാര്യം നമുക്ക് പോലും കൃത്യമായിട്ട് കിട്ടത്തില്ല. സോ അത് ഈ ഒരു പടത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു എഫക്റ്റ് തന്നെയായിരുന്നു. അതിൻ്റെ കൂടെ പുട്ടിന് പീര എന്നോണം ഈ ഒരു ക്യാരക്ടറെ ഇടയ്ക്കിടയ്ക്ക് ബാക്ക് ടു നോർമലായിട്ട് ഈ ഒരു പൊസസ്ഡ് അവസ്ഥയിൽ നിന്നും ബാക്ക് ടു നോർമലിലേക്ക് സ്വിച്ച് ആവുന്ന കുറച്ച് സീക്വൻസുകളൂടെ ഉണ്ട്. ആ ഒരു സമയത്ത് പുള്ളിക്കാരുടെ ആ ഒരു ആക്ടിങ് പരിപാടിയും ആ ഒരു അത് എടുത്തു വെച്ചിരിക്കുന്ന രീതി എല്ലാം എത്രയും വർണ്ണിച്ചാലും മതിയാവില്ല. എവറി സീക്വൻസ് ആൻഡ് എവറി എവൻസ് ഹാവ് സംതിങ് ടു ഓഫർ. ഏതൊരു സീക്വൻസ് എടുത്താലും ഏതൊരു സിറ്റുവേഷൻ എടുത്താലും അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമുക്കൊരു ടേക്ക് അവേ ആയിട്ട്. പോരെ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിനെ ഏറ്റവും അടിപൊളിയാക്കുന്നത് അതിൻ്റെ എല്ലാ സിറ്റുവേഷൻസും ആ ഒരു പടത്തെ എലവേറ്റ് ചെയ്യുമ്പോഴാണ്. ആ ഒരു കാര്യത്തിൽ ഈ ഒരു പടം വിജയിച്ചു കഴിഞ്ഞു. എൻ്റെ ആ ഒരു വൺ വിഷ് വില്ലോയെ വെച്ചിട്ട് ഈ ഒരു പടം എത്ര കണ്ട് ഫാൻറ്റസി മോഡിലിട്ട് പോകുന്നുണ്ട് എന്നാൽ പോലും ഈ ഒരു പടത്തിൻ്റെ ഒരു റൂട്ടുണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ട് പരിപാടിയുണ്ട് ഈ ഒരു പടത്തിന്. ഈ അടുത്ത് കണ്ട മോളിവുഡ് ടൈംസിൽ പറയുന്നൊരു ഡയലോഗുണ്ട്, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഹൊറർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ആൾക്കാരെ പേടിപ്പിക്കും എന്നുള്ളൊരു കാര്യം 100% എനിക്ക് യോജിക്കാൻ പറ്റുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അത്. ഐ മീൻ അതായത് ഇപ്പോൾ വലിയ പാലസുകളിലും പരിപാടികളിലൊക്കെ ഹൊറർ കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, അതും കിടിലം തന്നെയാണ്. ബട്ട് അതിനേക്കാൾ ഉപരി ഹൊറർ കൊണ്ടുവരാൻ പറ്റുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആവുന്ന സിറ്റുവേഷൻസിൽ ഹൊറർ വരുമ്പോഴാണ്. ലെയ്മനായിട്ട് ഈ ഒരു സ്റ്റോറി ലൈൻ എടുത്തു കഴിഞ്ഞാൽ തൻ്റെ പ്രണയം പറയാൻ പറ്റാതിരിക്കുന്ന ഒരു ഭീരുമായിട്ടുള്ളൊരു നായകൻ. സോ അവസാനം അവനൊരു അവസരം കിട്ടുവാണ് ഇങ്ങനെ ഒരു വൺ വിഷ് ഫില്ലോയിലൂടെ അവൾക്ക് തന്നെ മാത്രം ഇഷ്ടപ്പെടാൻ പറ്റുന്ന രീതിയിൽ. ആൻഡ് അത് ബാക്ക് ട്രിഗർ ചെയ്തുണ്ടാവുന്നൊരു പ്രശ്നം നമ്മളെല്ലാവരും ഒരിക്കലും ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാവും, ഇഷ്ടപ്പെട്ട പെൺകുട്ടി തന്നെ മാത്രം ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എന്നൊരു കാര്യം. എന്നാൽ അങ്ങനെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഉണ്ടായേക്കാവുന്ന ആ ഒരു മൊമെൻറ്റിൻ്റെ ഏറ്റവും സ്കെയറി വേർഷനാണ് പടത്തിൽ എടുത്തു വെച്ചേക്കുന്നത്. സോ ഇറ്റ്സ് ഹൈലി റിലേറ്റബിൾ. സോ ഇതിൽ ഹൊറർ വർക്കൗട്ട് ആവുന്നതിൽ മെയിൻ പങ്ക് വഹിച്ചിരിക്കുന്നത് ഈ ഒരു സ്റ്റോറി പ്ലോട്ട് തന്നെയാണ്. ആൻഡ് അവിടെ നിന്ന് അങ്ങോട്ട് കയറി പിടിച്ച് വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്നിനൊന്നും മെച്ചപ്പാടായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പടത്തിന് ഇപ്പോൾ കണ്ടിരിക്കുന്ന ഒരു റിസപ്ഷൻ എല്ലാ തരത്തിലും അർഹിക്കുന്ന ഒന്നാണെന്ന് എനിക്കും പറയാൻ പറ്റുന്നത്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഇല്ല, ഒരുപാട് സ്ഥലങ്ങളില്ല. എന്തിനധികം പറയുന്നു, ഇതിലെ ഒരു ഹൊറർ സീക്വൻസ് ആയിട്ടുള്ള ആ ഒരു വൺ വിഷ് വില്ലോ, എല്ലാത്തിനും കാരണമായിട്ടുള്ള ആ ഒരു വൺ വിഷ് വില്ലോൻ്റെ ആ ഒരു ലോർ അല്ലെങ്കിൽ ബാക്ക് സ്റ്റോറി പോലും കൃത്യമായിട്ട് പറയുന്നില്ല. സോ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റോറി പ്ലോട്ട് ഉണ്ടെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തക്ക നല്ല രീതിയിലുള്ള ഇവൻറ്റ്സ് ഉണ്ടെങ്കിൽ വേറെ ഒന്നും ഒരു വിഷയമല്ല എന്നുള്ളൊരു കാര്യമാണ്. അത് ഈ ഹൊറർ പടത്തിൻ്റെ കേസിൽ മാത്രമല്ല ഏതൊരു ജോണറിലെ പടങ്ങളുടെ കേസിലും. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒബ്സഷൻ ഒരു മാസ്റ്റർ പീസ് എന്ന് വിളിക്കുന്നതിനേക്കാൾ ഉപരി എനിക്കൊരു ബെഞ്ച് മാർക്ക് എന്ന് പറയാനാണ് തോന്നുന്നത്. അതായത് ഹൊറർ പടങ്ങൾ ഇങ്ങനെയും എടുക്കാം എന്നുള്ളൊരു രീതിക്ക് ഒരു ബെഞ്ച് മാർക്ക് എന്തായാലും ഒബ്സഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മോഡി വരുന്ന പടങ്ങൾക്ക് ഇനി എന്തായാലും ഒരു കമ്പാരിസൺ വരാൻ പോകുന്നത് ഈ ഒരു പടം തന്നെയായിരിക്കും. പടത്തിന്റെ ഡയറക്ടർ കറി ബർക്കർ ഓൾറെഡി തന്റെ അടുത്ത പടത്തിന്റെ ഒരു ചെറിയ അനൗൺസ്മെന്റ് പോലെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിത്തിങ് ബട്ട് ഗോസ്റ്റ് എന്ന് പേരിട്ടിട്ടുള്ള അതും ഒരു ഗോസ്റ്റ് പടം തന്നെയാണ്. ആൻഡ് അത് ഈ ഒരു ഒബ്സഷൻ നടക്കുന്ന അതേ യൂണിവേഴ്സിറ്റി തന്നെയാണ് നടക്കുന്നത് എന്നുള്ളൊരു കാര്യവും പുള്ളി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രേക്കിംഗ് ബാഡിലെ ജെസ്സി ഉണ്ടല്ലോ, ആരോൺ ടൈലർ ജോൺസൺ, പുള്ളിക്കാരനൊക്കെയാണ് മെയിൻ ലീഡായിട്ട് വരിക എന്നുള്ള ഒരു ശ്രുതി കേൾക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഉറപ്പിക്കാറൊന്നും ആയിട്ടില്ല. സോ വരികയാണെങ്കിൽ നൈസ് ആയിരിക്കും. ഒബ്സഷൻ നടക്കുന്ന ഒരു സെയിം യൂണിവേഴ്സിറ്റി തന്നെയാണ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ മേ ബി ചിലപ്പോൾ ഈ ഒരു വൺ വിഷ് വില്ലോടെ പുറകിലുള്ള സ്റ്റോറി ഇതിൻ്റെ ഒരു ലോറൊക്കെ ഒരു എക്സ്പാൻഷൻ നമുക്ക് അടുത്തടുത്ത പടങ്ങളിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം. ഇതൊക്കെ തന്നെയാണ് പടത്തെ പറ്റി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ പടം കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് പടത്തെ ഏതൊരു രീതിയിലാണ് നോക്കി കാണാൻ പറ്റിയതെന്നുള്ളൊരു കാര്യങ്ങളും പടത്തെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ പടം കണ്ടു കഴിഞ്ഞതിന് ശേഷമുള്ള നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പരിപാടികളും എല്ലാം കൂടെ ഒന്ന് പറഞ്ഞ് ഞാൻ നൈസായിരിക്കും. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.